ആയുർവേദ ഡോക്ടർമാരായിരുന്ന നവീനും ദേവിയും ജോലി ഉപേക്ഷിച്ചതും മന്ത്രവാദ ആശയങ്ങളുടെ പിന്നാലെ പോയതിനാലാണെന്നാണ് കരുതുന്നത്. 1.5 വർഷമായി ആരോടും സംസാരിക്കാതെ നവീൻ മുറി അടച്ചിരിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതിനു പിന്നാലെയുള്ള കൂട്ടമരണത്തിൽ ഇവർക്ക് തമ്മിൽ വേർപിരിയാനുള്ള വിഷമമാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. മരണാനന്തര ജീവിതത്തിലേക്ക് ഇവർ ഇന്റർനെറ്റിൽ തിരഞ്ഞതും ശരീരത്തിന് ചുറ്റും മുറിവേറ്റ പാടുകളും അന്ധവിശ്വാസത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. മാർച്ച് 27-നാണ് നവീനും ദേവിയും വിനോദയാത്രയ്ക്ക് പോവുകയാണെന്ന് വീട്ടുകാരോട് പറഞ്ഞ് തിരുവനന്തപുരം വിമാനത്താവളം വഴി അരുണാചലിലേക്ക് പോയത്. വിനോദയാത്രയെന്ന് പറഞ്ഞതിനാൽ ബന്ധുക്കളും സംശയിച്ചില്ല. കൊൽക്കത്ത, ഗുവാഹത്തി വഴിയാണ് അരുണാചലിലേക്ക് എത്തിയതെന്നാണ് സൂചന. ആര്യ വീട്ടുകാരോട് ഒന്നും പറഞ്ഞിരുന്നില്ല. മരിച്ച ദേവിയും ആര്യയും തമ്മിലുള്ള പിരിയാനാകാത്ത സൗഹൃദമാണോ ഒരുമിച്ചിട്ടുള്ള മരണകാരണത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതോടെയാണ് മൂവരും മരിക്കാൻ തീരുമാനിച്ചതെന്ന് സൂചനയുണ്ട്. ആര്യയുടെ വിവാഹം അടുത്ത മാസം 7-ന് നടത്താനാണ് നിശ്ചയിച്ചിരുന്നത്. ആര്യയെ 27 മുതൽ കാണാനില്ലെന്ന് പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞതായി പോലീസ് കണ്ടെത്തിയിരുന്നു. സന്തോഷത്തോടെ ജീവിച്ചു, ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പും നാട്ടിൽ വിവരം അറിയിക്കേണ്ടവരുടെ ഫോൺ നമ്പറും മേശയിലുണ്ടായിരുന്നു. CCTVയിൽ സംശയാസ്പദമായതൊന്നും കണ്ടെത്തിയില്ല. അതേസമയം എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കാൻ യൂട്യൂബ് വീഡിയോകൾ പരിശോധിച്ചതായി കണ്ടെത്തി. നവീനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. ശ്രീകാര്യത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ് ആര്യ. ദേവി മുൻപ് ഇവിടെ അധ്യാപികയായി ജോലി ചെയ്തിരുന്നു. മാർച്ച് 27-നാണ് മൂവരും അരുണാചലിലേക്ക് പോയത്. അരുണാചലിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്ന് 100 കിലോമീറ്റർ മാറി സിറോയിലെ ഹോട്ടലിലാണ് മുറിയെടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റെസ്റ്റോറന്റിലെത്തി ആഹാരം കഴിച്ചവരെ ഇന്നലെ രാവിലെ 10 കഴിഞ്ഞിട്ടും പുറത്തു കാണാതിരുന്നതോടെ ഹോട്ടൽ ജീവനക്കാർ അന്വേഷിച്ചു ചെല്ലുകയായിരുന്നു. മുറിയിൽ ആര്യ കട്ടിലും ദേവി നിലത്തും കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കിടക്കുകയായിരുന്നു. നവീന്റെ മൃതദേഹം ശുചിമുറിയിലായിരുന്നു. ദേഹമാസകലം വ്യത്യസ്ത തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി രക്തം വാർന്നാണ് മൂവരുടെയും മരണം. പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെയും ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ യോഗാധ്യാപിക ലതയുടെയും മകളാണ് ദേവി. ലാറ്റക്സ് റിട്ടയർ ഉദ്യോഗസ്ഥൻ അനിൽകുമാറിന്റെയും ജിംബലാംബികയുടെയും മകളാണ് ആര്യ. അതേസമയം തന്നെ അരുണാചൽ പ്രദേശിൽ മലയാളികളായ 3 പേർ മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച് മരിച്ച ആര്യയുടെ മാതാപിതാക്കൾ. ആരോടും പെട്ടെന്ന് അടുക്കാത്ത സ്വഭാവക്കാരിയാണ് ആര്യ എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത്. സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണെന്ന് പറഞ്ഞാണ് ആര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആര്യയുടെ വിവാഹം അടുത്ത മാസം നടക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി ആര്യയുടെ മരണവാർത്ത കുടുംബത്തെ തേടിയെത്തിയത്. തിരുവനന്തപുരം വൈകുണ്ഠം കല്യാണ മണ്ഡപത്തിൽ വച്ച് മകളുടെ വിവാഹം നടത്താൻ മാതാപിതാക്കൾ വളരെ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷമാണ് ആര്യയുടെ വിവാഹ നിശ്ചയം നടന്നത്.